പിങ്കു ഇവിടെ വാ. പിങ്കു അല്ലാതെ ഇവിടെ വേറെ ആരും ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് കയറത്തില്ല. നീയാ ഇത് ചെയ്തതെന്ന് എനിക്ക് 100% ഉറപ്പാ. നീ എന്നു മുതലേ പരിപാടി തുടങ്ങിയത്? ചട്ടമ്പിത്തരം കുസൃതിയൊക്കെ ആവാം, പക്ഷെ അത് ഇച്ചിരി ഓവർ ആവരുത്. ഞാൻ ഇതെടുത്ത് ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ചതാ. ഈ വീട്ടിൽ ബാക്കി 3 പേരും ഡൈനിങ് ടേബിളിൽ മണ്ടയ്ക്ക് കയറത്തില്ല. ഇവിടെ ഇരിക്കി പിങ്കു. ഓവർ സ്മാർട്ട് ആവരുത്, മനസ്സിലായോ? ആവശ്യത്തിന് മതി കേട്ടോ. ഇവിടെ വന്നിരി. ആവശ്യത്തിന് മതി. ഇതിനൊക്കെ 2 കൊട്ട് കൊടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. ബാ സംഭവം കണ്ടോ? അത് കണ്ടോ? ഇത് ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ ഇവർ അഴിച്ചു വിടുന്നതിന് മുമ്പേ പത്രം വന്നു. അപ്പൊ ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് ഞാൻ എടുത്തു വെച്ച സാധനമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അടുക്കള കയറി കതവ് അടച്ചു, കാരണം ഇവര് കുറച്ചു നേരം വെളിയിൽ നിൽക്കട്ടെ എന്നും കരുതി. ഇപ്പൊ ഞാൻ കതവും തുറന്ന് പുറത്ത് വന്നപ്പോൾ കണ്ടതാണിത്. ഇത് ഞാൻ ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് വെച്ച സാധനമാണ്. ഈ ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് പിങ്കു അല്ലാതെ ആരും വലിഞ്ഞു കയറുന്നില്ല. അതുകൊണ്ട് ആ പപ്പിയുടെ മുഖത്ത് ദയനീയത കണ്ട. ഇത് കണ്ടിട്ട് അവക്ക് പോലും രസിച്ചില്ല. പിന്നെ എങ്ങനെ എനിക്ക് രസിക്കും? ഇത് ഇന്നത്തെ പത്രം പിള്ളേർക്ക് വായിക്കാനുള്ളത് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ. ഈ ഒരു സാധനത്തിനെ പേടിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. പേടിപ്പിച്ചിട്ട് എൻ്റെ വടി ഇരിക്കുന്നുണ്ടോ? ബാക്കി ഒരെണ്ണം എൻ്റെ അടുത്തുണ്ടെന്ന് നോക്കിയട്ടെ. മിക്കുമൊക്കെ ഏത് രാജ്യത്ത് പോയിന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ ഈ വടി കണ്ടതിന് ശേഷം. അതേസമയം ഇത് നടക്കുന്നുണ്ട്. നല്ല റോക്കി കൂട്ടിക്കയറി കിടക്കുക വടി കണ്ടിട്ട്. റോക്കി കണ്ട വടി കണ്ടതിന് ശേഷം ഞാൻ അവനോട് ചോദിച്ചത് ആരാ ഇത് ചെയ്തേന്ന്. അപ്പൊ അവന് ഞാൻ വടി എടുക്കുന്നുണ്ട്. അപ്പൊ അവനല്ലാന്നും പറഞ്ഞ് അവൻ കണ്ട കൂട്ടിക്കയറി കിടന്നിട്ടുണ്ട്. നിന്നെ ഒന്നും ചെയ്യത്തില്ല. നീ ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്കൊന്നല്ല, ഇപ്പൊ കട്ടിലേലോ കസേരയിലോ വലിഞ്ഞു കയറാൻ പറ്റാത്തൊരവസ്ഥയില്ല നീ. എനിക്കത് നന്നായിട്ടറിയാം. ആവുന്ന സമയത്ത് പോലും നീ എന്റെ മണ്ടയ്ക്ക് കയറിയിട്ടില്ല. എന്റെ പുറവിന് നടക്കും അവള്. അടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒരുമാതിരി കളിയാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്റെ പുറവിന് അവള് നടക്കുക. നീ വാടാ റോക്കി, നീ പുറത്തോട്ടിറങ്ങി വാ. ഇതിനെ ഞാൻ ഇനി എന്തോ ചെയ്യാന്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് കൊട്ടു കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടു കൊടുത്തില്ലെങ്കിൽ ഇനി ചെയ്യുവോ? ഇനി ഈ തെറ്റ് ചെയ്യുവോ? ഇനി മേല ഡൈനിങ് ടേബിളിന്റെ മണ്ടക്കോട്ടെ എവിടെയെങ്കിലും വലിഞ്ഞു പിടിച്ച് കയറി എന്തെങ്കിലും ഈ വീട്ടിലെ സാധനം എടുത്ത് നശിപ്പിച്ചാല് ഇറങ്ങടി വെളിയില്. വടിയും പേടിയില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യനെ പേടിയില്ലാത്തൊരു സാധനം. നമ്മുടെ പിങ്കുവിനെ ജന്മത്തെ നേരെയാക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു. പിന്നെ ഏതാണ്ട് നമ്മൾ ഈ ഒരു കൊല മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം പിള്ളേർക്കാണെങ്കിൽ ഇതിന്റെ ചിപ്സ് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഏത്തക്കയ്ക്ക് ഭയങ്കര വിലക്കുറവ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വലിയ കൊലയ്ക്ക് 200 രൂപ ആയിട്ടുള്ള നാടൻ കൊലയാണ്. നാടൻ ഏത്തക്കയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കൃഷി ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം വലിയ രാസവളമൊന്നും ചേർക്കാതെ നല്ല കായുമാണ്. വറക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വറക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ വേണം. അമ്മ പൊളിച്ച് തരുവാണെങ്കിൽ, അരിഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ വറക്കും. ഇല്ലെങ്കിൽ ഇതങ്ങ് വഴിപ്പിക്കും, പുഴുങ്ങിയോ എങ്ങനെയൊക്കെ അങ്ങ് തിന്നാം. എൻ്റെ സ്കൂൾ അവധി കേട്ടോ. ഇപ്പൊ രാവിലെ 8 മണിക്ക് 2 പേർക്കും ട്യൂഷൻ ഉണ്ടാകുന്ന കേട്ടോ. അപ്പൊ ഇച്ചിരി നേരം കിടന്നൊന്നും ഉറങ്ങാനൊന്നും പറ്റും. നീ എന്തൊരു ഭീകര ജീവിയെ പോലെ നോക്കുന്ന തന്നെ. ചേട്ടാ എന്തോ ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് ഭീകര ജീവിയെ പോലെ നോക്കുന്നു. TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പം TV ഓഫ് ചെയ്തതാ. 27-ാം തീയതി തന്നെ ഫൈനൽ എക്സാം തുടങ്ങുക ലച്ചു 9ാം ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ TV ഒക്കെ വെക്കുന്നത് എന്നെ കാണാതെ വെക്കുന്നത്. എന്നാൽ റിമോട്ട് എടുത്ത് മാറ്റാനും വിട്ടുപോയി. 2 പേരും 8 മണിക്ക് ട്യൂഷനും ഒക്കെ കഴിഞ്ഞേച്ച് വന്നിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് മകരവിള കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ അമ്പലത്തില് ഊണുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ണാൻ പോവാനായിട്ട് ഞങ്ങളിങ്ങനെ റെഡി ആവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ചമ്മന്തിപ്പൊടി ആക്കി കേട്ടോ. ഗ്യാസൊക്കെ വൃത്തിയാക്കാൻ കിടക്കുക. കുറച്ച് ചമ്മന്തിപ്പൊടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് കുറച്ച് ഉണക്കമീനൂടെ വറുത്ത്. നമ്മളിപ്പോൾ ആഹാരം വെച്ചാൽ വേസ്റ്റായി പോവും. അതുകൊണ്ട് ചിലപ്പം രാത്രിയിൽ ഇന്ന് 3 ലക്ഷം വിളക്കാണ് നമ്മുടെ മലനട അമ്പലത്തിലുള്ളത് കേട്ടോ. അപ്പം വിളക്ക് കാണാൻ പോകുമ്പം ചിലപ്പം ഊണുണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പം രാത്രിയിലും ഭക്ഷണം കിട്ടും കേട്ടോ. അന്നേരം നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കുന്നില്ല. അപ്പം വെച്ച് കഴിഞ്ഞാലും വേസ്റ്റായി പോകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ ഇന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവാണ്. അതുകൊണ്ട് അമ്മ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ മാളും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആദ്യം ഇല്ലെന്ന് പറഞ്ഞ്, പക്ഷെ നമ്മളെ വീട്ടിൽ പോയിട്ട് കുത്തി എണിപ്പിച്ചു. മാളെന്ന് തോന്നുന്നു ഭയങ്കര വണ്ടിയൊക്കെ ഞാൻ മാളിനെ വിളിച്ചതെന്നറിയോ? അവക്കെന്തോ 2 മണിക്ക് ക്ലാസ് ഉണ്ട്. പെട്ടെന്ന് ഒരാടി ക്യൂ ഒന്നും ഇല്ലടി എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ പോകുന്നു. വണ്ടി കൊണ്ടൊന്നും കുഴപ്പമില്ല. ഒരു ദിവസം നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. വരാൻ പറ. വെയിലടിക്കുന്നേ. ഇതമ്മ കുളിക്കാൻ കയറിയതോളെ. കുളിക്കാൻ കയറിയോ? തൊഴുന്നില്ലല്ലോ ഇപ്പൊ.
എന്തോമ്മയ്ക്ക് പിന്നെ കാക്കുപുളിയാണ് കുഴപ്പമില്ല. എന്തോമ്മ എപ്പോഴും എങ്ങനെയാണ് രാവിലെ ഒന്ന് കുളിച്ചതാ അമ്മ പയ്യെ പോകുന്നതിന് മുന്നേ. അമ്മ വരുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണ് അമ്മയ്ക്ക് ഉച്ചയൂണില്ല. മിക്ക ദിവസം ഉച്ചയൂണില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേ കഴിക്കും കേട്ടോ. എൻ്റെ അമ്മ വരുന്നില്ല. അമ്മ റെസ്റ്റ് എടുക്കുക. നമുക്കിങ്ങനെ അമ്പലത്തിൽ നിന്നിട്ട് കാണാം. ഇഷ്ടംപോലെ ആൾക്കാർ കാണും. നമുക്ക് വൈകുന്നേരം പോകണം കേട്ടോ. ഭയങ്കര ആളായിരിക്കും. വൈകുന്നേരം 2-3 ദിവസം കൊണ്ട് ഭയങ്കര മഴയും കൂരാപ്പും ഒരു ചാറ്റലും ഒക്കെ ഉണ്ട് കേട്ടോ. സന്ധ്യ ഇന്ന് മലനട കുന്നിൽ ഇന്ന് 3 ലക്ഷത്തിലേറെ ദീപങ്ങളാണ് കത്തിക്കാൻ പോണല്ലേ. അത് നല്ല രസമായിരിക്കും കാണാൻ. കഴിഞ്ഞ വർഷം നല്ല രസമായിരുന്നു. കഴിഞ്ഞ വർഷം കൂടുതലുണ്ട് പ്രാവശ്യം. അപ്പൊ നമുക്ക് അമ്പലത്തിൽ ദോ വരുന്നു. അയ്യോ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അമ്പലത്തിൽ കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഏകദേശം 1:30, 2 മണിയായപ്പോഴാണ്. പക്ഷെ നല്ല തിരക്കുണ്ട്. ആഹാ നിരത്തി പറിച്ച് ഐസ്ക്രീം ഉണ്ട്. ഇന്ന് ആശയുടെ കൺട്രോള് പോവും. എന്തായാലും വെയിൽ കൊള്ളണ്ട, അത്രയും വലിയൊരു കാര്യം. വെയിലുണ്ട്. വെയില് പുരുവെയിലത്ത് നിൽക്കണം. അതുപോലെ അവിടെ ഉണ്ടേ 2 ക്യൂ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ക്യൂ ഉണ്ട്. അവർക്ക് പെട്ടെന്ന് കിട്ടും. വയ്യാത്തവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പൊടി കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ നമുക്ക് ആശി എടുത്ത് ഇട വെച്ചാലോ, ആശി എടുത്ത് ഒക്കത്ത് വെച്ചാലോ. ആഷ്മി നിന്റെ അടുത്ത് ഒക്കത്ത് വെക്കട്ടെ. എളുപ്പം കയറി പോവാ. ക്യൂ നിൽക്കണ്ട. ആഷ്മി എടുത്ത് ഒക്കത്ത് വെക്കാത്. വെയിലുണ്ട്. നമ്മളിതിനകത്താ നിൽക്കുന്നെങ്കിലും വെയിലടിക്കുന്നുണ്ട്. ഇതൊക്കെ രസമാണ്. 1/2 മണിക്കൂർ വെയിലത്ത് നിന്നതിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. സാമ്പാർ, മാങ്ങാച്ചാറ്, തോരന്, അവിയൽ, ഇഞ്ചി, പാൽപ്പായസം. ആഷ്മിക്കൊക്കെ കൊച്ചുങ്ങളായതുകൊണ്ട് നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് വിളിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൽ ഭജന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇടയ്ക്ക് കേൾക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിക്കട്ടെ. എല്ലാവരും പരിചയക്കാരായതുകൊണ്ട് ചിരിച്ചുള്ള ഊപ്പാടും വന്നു. എല്ലാവരെയും കാണുമ്പം ചിരിക്കണ്ടായോ. എല്ലാവരും പരിചയക്കാരാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും. ആക്കട്ടെ അശ്മി, എൻ്റെ മൊബൈലിന് ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തും അടി ഓടിക്കളിക്കുന്നത്. ചോറ് ഇട്ടിട്ടോ അടങ്ങൊതുങ്ങി ഒരിടത്ത് തിന്നൂടെ. വെള്ളം വേണം. എനിക്കും കിട്ടിയില്ല. ഇപ്പോൾ എനിക്കും എടുത്തുണ്ടോ. അവിടെ അങ്ങേറ്റം എന്ത് വൈകിട്ട് മൂലിരിക്കുന്നേ. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. കാത്തുനും ആശയ്ക്കും ഒന്നും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ക്യൂവിൽ നിൽക്കാതെ ആൾക്കാർ ഭക്ഷണം കൊണ്ട് കൊടുത്തായിരുന്നു. പാത്രത്തിലാക്കി കേട്ടോ. ഇങ്ങനെയുണ്ട് ആശ്മി ഫുഡ്. നീ ഇത് കഴിഞ്ഞിട്ട് എന്തുവാ വീട്ടിൽ പോവാ? ഓക്കെ. വൈകുന്നേരം ഐസ്ക്രീം ഒന്നും ഇല്ലേ? ഞങ്ങളുടെ മലനട അമ്പലം. നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് പോവാട്ടോ. പാഴ്സലൊക്കെ വാങ്ങി കൂട്ടാനൊക്കെ. ഇനി വീട്ടിലേക്ക് പോവാം. വായനയായതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതാണ്ട് ഈ വൈകിട്ടത്തെ വിളക്കിന് വേണ്ടിയിട്ടാണ് അതാണ്ട് ഇവിടെ എല്ലാം ഒരുക്കി വെച്ചപ്പോണ്ട് കേട്ടോ. ഈ മൈതാനം മൊത്തം വിളക്ക് കുത്തി വെച്ചപ്പോണ്ട് കേൾക്കാൻ പറ്റത്തില്ല. വൈകിട്ടത്തെ വിളക്കിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. മലമുകളിലെ എന്ത് രസമെന്ന് അറിയാമോ ഇവിടെ നിൽക്കാൻ. അയ്യോ, മൈക്കിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. രാത്രി കത്തിക്കുമ്പോഴത്തേക്കിന് എന്ത് രസമായിരിക്കും അറിയോ. ഞാൻ വരുന്നുണ്ട്. 7 മണി കഴിഞ്ഞിട്ട് വരാം. നമുക്കെല്ലാവർക്കും വന്ന് കത്തിക്കാം. അതുകൊണ്ട് അങ്ങോട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. കണ്ട, ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. ചുറ്റിനുമുണ്ട്. എവിടൊക്കെയാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. കണ്ടോ വ്യൂ കണ്ടോ. ഞാനിതിന് മുമ്പ് നമ്മുടെ മിക്കുവിനെയും പിങ്കുവിനെയും കൊണ്ടൊക്കെ ഞാനിവിടെ വയലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മിക്കുവിനെയും പിങ്കുവിനെയും കൊണ്ട് നല്ല താഴെപ്പുറത്ത് കടന്ന വയലിയിലൊക്കെ വന്ന് അവരിങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിടയ്ക്കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിക്കാനായിട്ട് വെച്ചേക്കും. കണ്ടോ ഇത്രയും സ്ഥലത്ത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലത്താണ്. അങ്ങ് താഴോട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കൂടെ അങ്ങോട്ട് ദീപം തെളിയിക്കുമ്പോഴത്തേക്കിന് എന്തോരം ഭംഗിയായിരിക്കും.
ഇതെങ്ങനെ നടക്കുന്ന ഇതില് കണ്ട പിള്ളേർ വന്നിട്ടില്ല. പിള്ളേർ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു കേട്ടോ. ഇവിടെ കുറേ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനും ഒക്കെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്തോ വെയിലായോണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നേരിട്ട് കാണാൻ വീഡിയോ കൂടെ കാണാൻ പറ്റുന്നില്ല. കണ്ട താഴോട്ടെല്ലാം വിളക്കൊരുക്കി വെച്ചേക്കോ. കണ്ട എന്താ ഭംഗി നോക്കിയിട്ട്. അയ്യോ രാത്രിയിലൊന്ന് വന്ന് ഇവിടെ എല്ലാം എന്തൊരു സ്ഥലത്താണെന്നറിയോ ഈ 3 ലക്ഷം വിളക്ക് കത്തിക്കണ്ടേ. 2 ദിവസമായിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു സന്ധ്യയാകുമ്പോൾ. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. കണ്ട എന്താ ഒരു ഭംഗി. ദൂരത്തു നിന്നുള്ളവർ പോലും വെഡിങ് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പൂപ്പൻ്റെ ഇടയ്ക്ക് വരുന്നവർക്ക് ആടി രസിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലക്ഷ്യമൊക്കെ ഊഞ്ഞാലാടുക. അയ്യാ നേരത്തെ 2 ഉള്ളായിരുന്നു. അപ്പൊ ആടി രസിക്കുന്നവർ എണ്ണം കൂടി ഉണ്ടായിരിക്കും. 2 കൂടെ കെട്ടിയിട്ടുണ്ട്. അയ്യോ പണ്ടൊട്ടേ ഉണ്ട് ഊഞ്ഞാലൊക്കെ കേട്ടെ. കണ്ട പതുക്കേട്ടവേ എന്തെല്ലാം രസമാണെന്നറിയാമോ ഇവിടെ വരുമ്പോ. അയ്യോ നമ്മുടെ ആഷ്മി കുറെ നേരം ഉണ്ടായി കളിപ്പട്ടം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിടിച്ചു വെച്ചേക്കും അവിടെ. ഐസ്ക്രീം മേടിക്കുന്നില്ലേ? എന്നാ ഐസ്ക്രീം മേടിച്ചേ. ലക്ഷ്മിയുടെ കണ്ണു മൊത്തം കളിപ്പാട്ടത്തിലോട്ടാ. പിന്നെ കളിപ്പാട്ടം പറ്റി കളിക്കുന്ന പ്രായമല്ലയോ. ഇനി ഓരോ ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്ഥലം വിടുവാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒന്ന് പതുക്കെ പൊക്കൂടാ. എന്ത് പെയ്ത് ആ വണ്ടിയെ പോകുന്നുണ്ടില്ലേ 2 പിള്ളേര്. കൊച്ചു പിള്ളേരാട്ടോ. അതാണ് ഇത്ര സ്പീഡ് വന്നത്. അമ്മേ ഇനി ഓരോ ഐസ്ക്രീം വാങ്ങിക്കണം. വീട്ടിൽ പോകണം. ഇച്ചിരി നേരം ഒന്ന് കാറ്റും കൊണ്ട് കിടക്കണം. അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ. എടേ ഇതാണോ മേടിക്കുന്നേ? ഇതും കൊണ്ട് അങ്ങനെ വീട്ടിൽ പോന്നേ? അല്ലാത്ത ബാറ് വാങ്ങിയില്ലേ? അതേലെ എന്തെങ്കിലും ബാറ് വാങ്ങിയില്ലേ? എനിക്ക് വേണ്ട. ഞാൻ ഇന്നലെ ഒരു ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടയ്ക്ക് ഭയങ്കര ഇത്. എനിക്ക് വേണ്ട. അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു. ഐസ്ക്രീം മേടിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മേടിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷയം കേട്ടോ. ഇതിലൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ നമ്മളോരോ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് കൊടുക്കാമെങ്കിൽ ആ സന്തോഷം. എനിക്ക് വേണ്ട. അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു. കവറിനകത്തിട്ടോ? കവറുണ്ടോ? എനിക്ക് വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള. ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാൾ കാണാം. എനിക്ക് ശ്വാസം മുട്ടുന്നു. അയ്യോ നടന്ന് വെയിലും കൊണ്ട് ഒരുമാതിരി വല്ലാതെ. നമ്മളാണെങ്കിൽ മലനാടെ വന്നതാണ് ഗൈസ്. ദൃശ്യം കണ്ടോ? 1 കിലോമീറ്ററിൽ ഇപ്പുറം മുതലേ ബ്ലോക്കാണ്. മേളോട്ട് കണിച്ചേടി ബ്ലോക്ക് കാണത്തുള്ളൂ. വീട്ടായതിൻ്റെ വലിയ ഇതൊന്നും കിട്ടുന്നില്ല. എന്നാലും ബ്ലോക്ക് നോക്കിയേ. മലനാടിൽ എന്ത് പരിപാടി വന്നാലും ഇങ്ങനെയല്ലയോ. ജനസാഗരം. ജസ്റ്റ് അടുത്തോടൊക്കെയാ പോണത്. അയ്യോ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അല്ലയോ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഈ ഒരു ബ്ലോക്ക് ഞങ്ങൾ ഇനി 1 കിലോമീറ്റർ ഇപ്പുറം വണ്ടി ഒതുക്കി കേട്ടോ. ഇത് നടന്നു പോകാതെ പറ്റൂ. ഇതിൽ നടക്കണമെങ്കിലും പാടാ. അമ്മ ഇവിടെ കൊണ്ട് ഫ്രണ്ട് പോയി. ഞാൻ ബാക്ക് നമ്മുടെ പോലെ വന്നോളാം. ഇത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നടക്കുന്നത് അതിനപ്പുറത്ത് പാടാ. എന്റെ ഫ്രണ്ടിന്റെ വീട് ഓടക്കണകറ്. എന്നാലും ഒന്നും കാണാൻ വയ്യ. ഞങ്ങൾ ഒരുവിധം അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ഭാഗത്തെ വിളക്ക് കേട്ടോ. വിളക്കെല്ലാം കിട്ടു തുടങ്ങി. അതുകൊണ്ട് ഇവിടെ എല്ലാം ഞങ്ങളിത് താമസിച്ചു പോയി. പിള്ളേർ ഒരു സന്തോഷമില്ലെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്. പക്ഷെ കൊണ്ട് ഈ അലച്ചിലായിപ്പോയി. അങ്ങോട്ട് ഒരുവിധം ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട്. വിളക്കെല്ലാം കെട്ട് തുടങ്ങി. ഞങ്ങൾ ലേറ്റായി പോയി. കമ്പം എല്ലാം കഴിഞ്ഞ്. ഫുഡുണ്ടോ? ലച്ചുവിന്റെ മുഖം ഒന്നും കാണാൻ വയ്യ. അയ്യോ ഒന്നും പറയണ്ട. ഞങ്ങള് ഇങ്ങനെ തിരക്കായോണ്ടേ
വരുന്നില്ലെന്നും പറഞ്ഞിരുന്നേത്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, അങ്ങ് താഴോട്ടുണ്ട്. പക്ഷെ ഒടുക്കത്തെ ആളായിപ്പോയി. മലക്കൊടയെക്കാട്ടിലും ആള്, ഉത്സവത്തിനെക്കാട്ടിലും ആള്. അങ്ങോട്ടങ്ങ് ദീപമുണ്ട് കേട്ടോ, അങ്ങോട്ട്. എന്തുവായാലും കമ്പമൊക്കെ, വലിയ കമ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടിപൊളിയായിരുന്നു. ആഷ്മയുടെ നിർബന്ധമായിരുന്നു. പിള്ളേർക്കൊരാഗ്രഹം ഇല്ലയെന്ന് വിചാരിച്ച് കത്തിച്ചതാ. ഇതെല്ലാം അണഞ്ഞു പോയതാ. അതാണ്ട് ഇതെല്ലാം അണഞ്ഞു പോയതാ. ഇടയ്ക്കിടയ്ക്കെല്ലാം അണഞ്ഞു. പക്ഷെ ഇതെല്ലാം കൂടെ കത്തി നിൽക്കുന്നതാണ് അതിന് രസം. കണ്ടോ, കണ്ട ആള് കണ്ടോ? പിന്നെ കാണും, ഉണ്ടടി. ഇതല്ലല്ലോ അങ്ങ് താഴോട്ടില്ലയോ ആവശ്യം പോലെ. പിന്നെ അങ്ങ് അമ്പലത്തിന്റെ പുറത്ത് ഒരു പട്ടി നടക്കുന്നു നോക്കി എൻ്റെ ഇടയ്ക്ക് കൂടെ. പട്ടിക്ക് ഒരാഗ്രഹം കാണാനായിട്ട്. നമ്മുടെ പിങ്കുവിനെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇവിടെ കിടന്ന് ബഹളി പിടിക്കാന്. നമ്മളിതെല്ലാം ഊതിക്കെടുത്തേച്ച് പോയത്. അയ്യോ, ഞാൻ എവിടെ പോയാലും പറയൂ പിങ്കുവിനോടെ കൊണ്ടുവരണ്ടായിരുന്നു. അയ്യോ, മുമ്പേ ഞാൻ വൈൻഡപ്പ് ചെയ്ത് നിർത്തിയതാട്ടോ. രാത്രി വൈകുന്നേരം വരുമെന്നൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ തിരക്കുകൊണ്ട് അങ്ങ് ഒഴിയുന്ന കേട്ടോ. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നത് പാടാ. 1 കിലോമീറ്ററിനപ്പുറം ഞാൻ വണ്ടി വെച്ചേക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ.